ഒരു നേരത്തെ ഭക്ഷണം പോലും ഉറപ്പില്ലാതിരുന്ന ഒരു ബാലൻ ഇന്ത്യയെ മഹത്തായ ശാസ്ത്ര വിഭാഗത്തിൽ മുന്നോട്ട് നയിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് APJ അബ്ദുൽ കലാം സാറിൻ്റെ അതിജീവനത്തിൻ്റെ കഥയാണ്. 1931 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കലാം സർ ബാല്യകാലം മുതൽ തന്നെ കഠിനാധ്വാനിയായിരുന്നു. കുടുംബത്തെ സഹായിക്കാൻ പത്രം വിറ്റുകൊണ്ടിരുന്നുവെങ്കിലും അവിടെയുള്ള ആകാശത്തെ നോക്കി അവൻ സ്വപ്നം കണ്ടു, ഒരു ദിവസം ആകാശത്ത് പറക്കണമെന്ന്. പക്ഷികൾ പറക്കുന്ന രീതി ശ്രദ്ധിച്ച് അദ്ദേഹം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പണം ഒരു വലിയ പ്രശ്നമായിരുന്നു. പലവട്ടം പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തിന് ഒരിക്കലും പിന്നോട്ട് പോകാൻ തോന്നിയില്ല. കലാം സാറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റാകുക എന്നതായിരുന്നു. എന്നാൽ അവസാന പരീക്ഷയിൽ 9ാം റാങ്ക് നേടി തിരഞ്ഞെടുക്കപ്പെട്ടതോ 8 പേർ മാത്രം. ആനന്ദം ഒരു നിമിഷം തകർന്നുപോയി. എന്നാൽ ഒരു കൈനീട്ടി പകരം അദ്ദേഹം ഇന്ത്യയുടെ ഭാവിയെ മാറ്റാനുള്ള ഒരു യാത്ര ആരംഭിച്ചു. പൊരുതുന്നവർക്ക് ഒരിക്കലും പരാജയമില്ല. കലാം സർ ISROയിൽ ചേരുകയും ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിക്ഷേപിക്കാൻ സഹായിക്കുകയും ചെയ്തു. പിന്നീട് DRDOയിൽ ചേരുകയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ ശാസ്ത്രജ്ഞതയെ സ്വയം പര്യാപ്തതയെ മുന്നോട്ട് നയിച്ചത് അവരായിരുന്നു. 2002 ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അധികാരത്തിന്റെ കസേരയേക്കാൾ അധ്യാപനവും യുവാക്കളെയും പ്രചോദിപ്പിക്കലും ആയിരുന്നു അവർക്കിഷ്ടം. കലാം സാറിന്റെ ഫേമസ് ആയ ഒരു കോട്ടാണ്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പഠിപ്പിക്കുന്നത് പരാജയം ഒരു അവസാനമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഇനി നിങ്ങൾ പറയൂ, ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചു? അതിൽ നെവർ ഗിവ് അപ്പ് എന്ന് കമന്റ് ഇട്ട് നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ സാക്ഷാത്കരിക്കും.